ആ ഹലോ മാഡം പറഞ്ഞോളൂ. എനിക്ക് കുമാരേട്ടന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന കാഹളം കുമാരേട്ടനെ പോലുള്ളവർക്ക് എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റൂ. മാഡം എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മാഡം പറഞ്ഞാ മതി. അപ്പോ നമുക്കൊന്നുടനെ കാണണം. ശരി മാഡം, ശരി ശരി. അപ്പാ, അയാള് നമ്മുടെ ശത്രുവാ. അയാളോട് അപ്പൻ ഇത്ര സെന്റിമെന്റ്സ് കാണിക്കുന്ന എന്തിനാന്ന് ഞാൻ ഈ ചോദിക്കുന്നേ. സെന്റിമെന്റ്സ് ഒന്നും അല്ല മോളെ. ഒരുമിച്ച് കപ്പയും മരിച്ചിരിയും വിറ്റ് നടന്ന സമയം മുതല് തോളിൽ കൈയിട്ട് വളർന്നതാ ഞങ്ങൾ രണ്ടുപേരും. ശത്രുക്കളായിട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ഞാനാകാനും അവനാകാനും പറ്റൂ. ഒരു കഥ വിജയിക്കണമെങ്കിൽ നായകൻ മാത്രമോ വില്ലൻ മാത്രമോ പോരാ, വില്ലനും നായകനും വേണം. അതെ, രണ്ടുപേർക്കും പരസ്പരം പോരാടിക്കൊണ്ട് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പാമൂട്ടിൽ യോഹന്നാന്റെ ശത്രുവായിട്ട് മാണിക്കോത്ത് മഹേന്ദ്രൻ വേണം. എന്നാലേ പാമൂട്ടിൽ യോഹന്നാന് ഇനിയും പലതും വെട്ടിപ്പിടിക്കാൻ പറ്റൂ. ഇനിയിപ്പം ഞാൻ ആരെ കാണിക്കാനാ കാശുണ്ടാക്കേണ്ടത്? ബിസിനസ് നടത്തുന്നത്, പലതും വെട്ടിപ്പിടിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാ? ഒരു ശത്രു നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ജയിക്കാൻ നമ്മൾ നോക്കും. ആ ശത്രു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ ജയിക്കാനാ? അപ്പാ, ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? അയാൾ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഏയ്, ഇനി വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരിടത്തേക്കും പോകണ്ട. ഇനി ഈ വീട്ടിൽ നടക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം. അതിനിടയിൽ ഇതുപോലുള്ള കേസുകളിൽ പോയി പെട്ടാ പിന്നെ അതിന് പിന്നാലെ നടക്കാനേ നേരം കാണൂ. നടന്നു. ഇനി ഈ ഒരു ആരും അറിയണ്ട. അയാളുടെ ഒരു അവസ്ഥ വെച്ച് അയാളിപ്പോ തീർന്നു കാണുമെങ്കിൽ നമ്മളിലേക്ക് വരാവുന്ന ഒരു തെളിവും പ്രത്യക്ഷത്തെ ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ശിവനോടുള്ള എന്റെ ആദ്യ പ്രതികാരമായിട്ട് കണക്കൂട്ടിയാൽ മതി. അവന്റെ തലയെടുത്തുകൊണ്ടുള്ള പ്രതികാരം. മാണിക്കത്തെ മഹേന്ദ്രന്റെ ബലത്തിലല്ലേ അവന്റെ കളി മുഴുവൻ. ആ കളിയാ നമ്മളിപ്പോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി അവൻ കാണും അവന്റെ കുടുംബം നിന്ന് കത്തുന്നത്. അത് ചെയ്തിരിക്കും ഈ ഡെയ്സി. എന്തായി കാര്യങ്ങള്? തിരക്കിയോ? തിരക്കി. ആ ആശുപത്രിയിൽ മൊത്തത്തിൽ തട്ടിപ്പാ മാഡം. സാധാരണക്കാരന് വേണ്ടിയുള്ള ആശുപത്രി അല്ലത്. കാശുള്ളവന് മാത്രം ചികിത്സ കിട്ടുന്ന ഒരു ആശുപത്രിയാ അത്. അപ്പോ ഡോക്ടർ തോമസ് കുര്യൻ പറഞ്ഞത് എല്ലാം സത്യമാണ്. അവിടുത്തെ സിസ്റ്റം തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുക. പാവങ്ങൾക്കായിട്ടുള്ള സൗജന്യ കിറ്റുകളൊക്കെ യഥാസമയം അവിടെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പിന്നെ സർജറി മുടങ്ങുന്നതിന്റെ കാര്യം അതെന്താ? സർജറി കിറ്റുകളൊക്കെ വന്നാൽ മാത്രം പോരല്ലോ, അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും കൂടി ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല. പകരം അവരെ കൊണ്ട് പുതിയത് വാങ്ങിപ്പിക്കുക. എന്നിട്ട് ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന കിറ്റുകൾ അതുപോലെ തന്നെ തിരിച്ച് എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ സർക്കുലർ ബസ്സുകൾ ഓടാറില്ലേ, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന. എന്നുവെച്ചാ ഈ കിറ്റുകൾ എവിടെ നിന്നാണോ വാങ്ങിയത് അത് അതുപോലെ തന്നെ പൊട്ടിക്കാതെ അവിടെ എത്തിച്ചേരുന്നു അല്ലേ? അതെ മാഡം. എന്നിട്ട് ഇതിന്റെ പണം കൃത്യമായിട്ട് വീതിക്കപ്പെടും. 10 രൂപ വിലയുള്ള സിറിഞ്ചിൽ തുടങ്ങുന്ന ഈ തട്ടിപ്പ് ചെന്ന് നിൽക്കുന്നത് ആയിരങ്ങളും ലക്ഷങ്ങളും മറിയുന്ന സർജിക്കൽ ഉപകരണങ്ങളിലും ഓപ്പറേഷൻ കിറ്റിലുമാണ്. കൊള്ളാലോ പരിപാടി. ആളുകളെ കീറി മുറിക്കുന്നതിന് പിന്നില് ഇങ്ങനൊരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നൂ? ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണോ അതിന് കീറി മുറിക്കാനുള്ള കത്രിക വരെ വാങ്ങിക്കൊടുക്കണം. ഇതെല്ലാം തിരിച്ച് അതാത് കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തുകയും ചെയ്യും. ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഡയാലിസിസിന് ആവശ്യമുള്ള കിറ്റ് കിട്ടും. ഇവിടുന്നേ വാങ്ങിക്കാവൂ. ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ടും കിട്ടും. വാങ്ങിക്കുമ്പോൾ കൂടുതൽ കിറ്റുകൾ വാങ്ങിച്ചോ. ആഴ്ചയിൽ 2 വെച്ച് വേണ്ടതല്ലേ? ശരി ഡോക്ടറെ.
ഡോക്ടറെ വിളിച്ചിട്ട് വന്നയാളാണോ? ആ അതെ. കയ്യിലിപ്പോ പൈസ ഉണ്ടല്ലോ? പൈസ ഉണ്ട്. ആ വരൂ. സർജറി കിറ്റുകളൊക്കെ വന്നാൽ മാത്രം പോരല്ലോ, അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും കൂടി ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല. പകരം അവരെ കൊണ്ട് പുതിയത് വാങ്ങിപ്പിക്കുക. എന്നിട്ട് ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന കിറ്റുകൾ അതുപോലെ തന്നെ തിരിച്ച് എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ സർക്കുലർ ബസ്സുകൾ ഓടാറില്ലേ, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന. മാഡം, ഇത് അവിടെ നടക്കുന്ന സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു ചെയിൻ സർവീസാ. സർക്കാർ നൽകുന്ന സൗജന്യ ഉപകരണങ്ങൾ കൊണ്ട് കാര്യം നടത്തുകയും പുറത്തുള്ള സ്വകാര്യ വ്യക്തികളെ കൂടെ നിർത്തി ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ മാഡത്തോട് വിശദീകരിച്ചത്. ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പ് കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരാളല്ല, എല്ലാവരും എല്ലാ രീതിയിലും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാണ്. ഒരാളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 10 പേര് രക്ഷപ്പെടും. അപ്പൊ അനു പറയുന്നത് പുറത്തു നിന്നുകൊണ്ട് അതിനുള്ളിലെ കള്ളക്കളികളൊന്നും കണ്ടെത്താനാവില്ല, ഇല്ലാതാക്കാനും കഴിയില്ല. അതെ മാഡം, അത്രയ്ക്കും വലിയൊരു ബെൽറ്റിനുള്ളിലാണ് അവരവരുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ. അപ്പോ ആ ബെൽറ്റിനുള്ളിലേക്ക് കയറി പറ്റണം, എന്നാലേ അടിവേര് മാന്തിക്കൊണ്ടുള്ളൊരു ശുദ്ധികലശം നടത്താൻ പറ്റൂ. അതെ, ഈ അഴിമതി വീരന്മാരെയെല്ലാം കൈയോടെ പൊക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. അവർക്കൊപ്പം ഒരാളായി അതിനകത്ത് കയറണം. എന്നാലേ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. ആ ഹലോ മാഡം, പറഞ്ഞോളൂ. എനിക്ക് കുമാരേട്ടന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന കാഹളം കുമാരേട്ടനെ പോലുള്ളവർക്ക് എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റൂ. മാഡം എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മാഡം പറഞ്ഞാ മതി. അപ്പോ നമുക്കൊന്നുടനെ കാണണം. ശരി മാഡം, ശരി ശരി.